ശിവപ്രിയ, അങ്ങനെ തിരഞ്ഞെടുപ്പ് ഇതാ അടുത്ത് വന്നില്ലേ? പരസ്യ പ്രചാരണമൊക്കെ അവസാനിക്കാൻ ഇനി 2 ആഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗമൊക്കെ സജീവമാക്കാൻ എല്ലാ മുന്നണികളും തയ്യാറെടുത്തു കഴിഞ്ഞല്ലേ? ദേശീയ നേതാക്കളെ അതെ, വോട്ടെടുപ്പിന് ഇനി വെറും 16 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പ്രചരണ രംഗം കൂടുതൽ സജീവമാക്കാനായി കഴിഞ്ഞ ദിവസമെല്ലാം രാഹുൽ ഗാന്ധി പത്രിക നൽകാൻ വന്നപ്പോൾ ഉള്ള സമയത്തെല്ലാം തന്നെ വലിയൊരു രാഹുൽ തരംഗം സംസ്ഥാനത്തുണ്ടാക്കാൻ UDF-ന് സാധിച്ചിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി വീണ്ടും 16-17 തീയതികളിൽ വീണ്ടും അദ്ദേഹം സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളൊരു വാർത്തയും ഉണ്ട്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയിരിക്കുകയാണ്. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാൻ മുന്നണികൾ ഒരുങ്ങുന്നത്. കോൺഗ്രസും BJP-യുമാണ് ഇക്കാര്യത്തിൽ മുന്നിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി അക്കൗണ്ട് തുറക്കുവാൻ തീവ്ര ശ്രമം നടത്തുന്ന BJP പ്രധാനമന്ത്രി അടക്കമുള്ള താരപ്രചാരകരെയാണ് അണിനിരത്തുന്നത്. ഈ മാസം 12-ന് കോഴിക്കോടും 18-ന് തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയുടെ വരവോടെ ശ്രദ്ധേയമായ വയനാട്ടിലേക്ക് 17-ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ എത്തിക്കാനാണ് നീക്കം. കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ എന്നിവരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NDAയുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന്റെ ആവേശം സംസ്ഥാനത്തെമ്പാടും എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. 16-17 തീയതികളിൽ രാഹുൽ പ്രചാരണത്തിനായി വീണ്ടും സംസ്ഥാനത്തെത്തും. വയനാട്ടിന് പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട മണ്ഡലങ്ങളിലായിരിക്കും രാഹുൽ പ്രചാരണത്തിനെത്തുക. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ UDF-നായി കേരളത്തിലെത്തുമെന്നാണ് സൂചന. LDF-നു വേണ്ടി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുധാകർ റെഡ്ഡി എന്നിവരാണ് ദേശീയ തലത്തിൽ നിന്ന് സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തുന്നത്. ഏപ്രിൽ 18-ന് വയനാട് മണ്ഡലത്തിൽ നടക്കുന്ന പ്രചാരണ പരിപാടിയിൽ യെച്ചൂരി പങ്കെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം.